ഇത് നോക്കി വരാം. പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യൻ ആർമിക്കെതിരെ നടത്തുന്ന വലിയ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ് മീറ്റിൽ പറഞ്ഞ ആ വ്യാജ പ്രചരണങ്ങൾ അവ എന്തായിരുന്നു എന്ന് നോക്കാം. അതിലൊരു പ്രധാനപ്പെട്ട വ്യാജ പ്രചരണം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 പാകിസ്ഥാൻ ആദംപൂരിൽ തകർത്തു എന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് എ ഫേക്ക് ന്യൂസ്. അതൊരു ഫേക്ക് ആയിട്ടുള്ള പ്രചരണമായിരുന്നു. അത് പാകിസ്ഥാൻ നടത്തുന്ന ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ്. അത്തരത്തിൽ S-400 മിസൈൽ സംവിധാനത്തിനോ നമ്മുടെ ആകാശ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിനോ ഇന്ത്യയുടെ L-70 ആന്റി മിസൈൽ സംവിധാനത്തിനോ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400 തകരാറ് സംഭവിച്ചു എന്നുള്ള പ്രചരണം തെറ്റാണ് എന്ന് പറയുന്നു. രണ്ടാമത്തത് സിർസ സൂരത്ഗഡ് എയർ സ്പേസ് തകർത്തു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പാകിസ്ഥാന്റെ അലിഗേഷൻ. പാകിസ്ഥാന്റെ ഈ ക്ലെയിമും അടിസ്ഥാനരഹിതമാണെന്ന് ഫോട്ടോകൾ പുറത്തുവിട്ടുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ്. സിർസയിലെയും സൂരത്ഘട്ടിന്റെയും എയർബേസുകൾ എന്നല്ല, ഇന്ത്യയിലെ ജയ്സാൽമീറിലുള്ള എയർബേസ് ആണെങ്കിലും ശരി, ഒപ്പം അവന്തിപുരയിലുള്ള എയർബേസ് ആണെങ്കിലും ശരി, ഒരു കേടുപാടും എയർബേസുകൾക്ക് സംഭവിച്ചിട്ടില്ല. നഗ്രോട്ടയിലെ ബ്രഹ്മോസ് സ്പേസ് തകർത്തു എന്നായിരുന്നു ഒന്ന്. നഗ്രോട്ടയിൽ അങ്ങനെ ബ്രഹ്മോസിന്റെ സ്പേസ് അവിടെയല്ല, ബ്രഹ്മോസിന്റെ സ്റ്റോർ ഡിപ്പോയും നഗ്രോട്ടയിലല്ല എന്നുള്ളതാണ്. അത് തെറ്റായ വാദമാണ്. ബ്രഹ്മോസ് തകർത്തു എന്നുള്ള വാദവും അടിസ്ഥാനരഹിതമാണ് എന്ന് അല്പസമയം മുമ്പ് പ്രതിരോധ മന്ത്രാലയം പറയുന്നു. മറ്റൊന്ന്, ചണ്ഡീഗഡിലെ ഫീൽഡ് അമ്യൂണീഷൻ ഡിപ്പോ തകർത്തു എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. അതും ഫേക്കായ പാകിസ്ഥാന്റെ അവകാശവാദമാണ്. ഇത്തരം നുണപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാൻ ആവർത്തിക്കുന്നുണ്ട്. നിരവധി സൈനിക താവളങ്ങൾ തകർത്തു എന്നുള്ളതാണ് മറ്റൊരു പാകിസ്ഥാന്റെ അവകാശവാദം. അതും ഫേക്കായിട്ടുള്ള ക്ലെയിമാണ്. ഇതൊന്നും വാസ്തവമല്ല എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം നേരത്തെ അല്പസമയം മുമ്പ് നടത്തിയ പ്രസ് മീറ്റിലും പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പി എസ് സുനിൽ, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. യുദ്ധം ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ അത്തരം മിസ്ഇൻഫർമേഷനെ ആശ്രയിക്കുക, വ്യാജ പ്രചരണങ്ങളും പ്രൊപ്പഗാൻഡയും നടത്തുക എന്നുള്ളത് ഏതൊരു യുദ്ധകാലത്തും തോറ്റുപോകുന്ന രാജ്യങ്ങൾ ചെയ്യുന്നതാണ്. പാകിസ്ഥാൻ അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് തുറന്ന് കാണിക്കുകയായിരുന്നു പ്രസ് മീറ്റിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ റിലീജിയസ് സൈറ്റുകളടക്കം ആക്രമിച്ചു, പള്ളികൾ ആക്രമിച്ചു, ഗുരുദ്വാര ആക്രമിച്ചു. യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ് പൂഞ്ചിലെ ഗുരുദ്വാര ആക്രമിച്ചത്. പൂഞ്ചിലെ കോൺവെന്റുകൾ ആക്രമിച്ചത് പാകിസ്ഥാനാണ്. അവിടെ മരണം നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പാകിസ്ഥാൻ നടത്തിയ വിവരം കൂടി പത്രസമ്മേളനത്തിലൂടെ പ്രതിരോധ മന്ത്രാലയത്തിലെ വക്താക്കൾ കേണൽ സോഫിയ ഖുറേഷിക്കും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനും പൊളിച്ചു കാണിക്കാനും സാധിച്ചിട്ടുണ്ട്. അല്ലേ പി. സുനിൽ? തീർച്ചയായും പാകിസ്ഥാനെ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെയാണ് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നത്. പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ ഒന്നൊന്നായി വ്യക്തമാക്കി. ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഓരോ വ്യാജ പ്രചരണങ്ങളും പാകിസ്ഥാന് മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് ഇന്ത്യ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന കാര്യം വിശദമാക്കിക്കൊണ്ട് തന്നെയാണ് ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനം നടന്നത്. അതിനുശേഷമാണ് ഏതായാലും ഈ ഒരു ധാരണയിലേക്ക് രാജ്യം പോകുന്നതും. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മുന്നറിയിപ്പ് തന്നെ ഇന്ത്യ നൽകുകയാണ്. ഏതായാലും പാകിസ്ഥാൻ ഇനി ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ, നമുക്കറിയാം വെടിനിർത്തൽ കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി, എത്രയോ വർഷങ്ങളായി നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട്. നിയന്ത്രണ രേഖയിൽ നിരന്തരം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുക, സൈനികർക്ക് നേരെ ആക്രമണം നടത്തുക, അത്തരത്തിൽ വെടിനിർത്തൽ ധാരണകൾ ലംഘിച്ചുള്ള നീക്കം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തുടർച്ചയായി നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന നീക്കം പാകിസ്ഥാൻ തുടർച്ചയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള പാകിസ്ഥാന്റെ ഓരോ ഘട്ടത്തിലെയും ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഇനി ശക്തമായി നേരിടും എന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യ നൽകുകയാണ്. മറ്റൊരു കാര്യം കൂടി പാകിസ്ഥാൻ ഇന്ന് സന്ദേശമായി ഇന്ത്യ നൽകുന്നുണ്ട്. ഇന്ത്യയുടെ പരമാധികാരത്തിന് മേൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും. അതിന് വലിയ ഒരു നീക്കം, ഒരു സൈനിക നീക്കം തന്നെ വേണമെങ്കിൽ അതിനെതിരെ നടത്തും എന്ന വ്യക്തമായ സൂചന കൂടി ഇന്ത്യ നൽകുകയാണ്. അപ്പോൾ ഇതൊരു എല്ലാ ഉപാധികളോടെ പാകിസ്ഥാൻ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഒരു വെടിനിർത്തൽ ധാരണയല്ല. ഇത് പാകിസ്ഥാന് കൃത്യമായി സന്ദേശം നൽകിക്കൊണ്ട്, പാകിസ്ഥാന് കൃത്യമായ ഭീഷണി മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതും പാകിസ്ഥാന്റെ അഭ്യർത്ഥന അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്.
നിൽക്കുന്നത് തന്നെ. ഏതായാലും ഇങ്ങനെയൊരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയ പാകിസ്ഥാൻ തന്നെ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് പോകണം എന്നത്. അങ്ങനെയാണ് പാകിസ്ഥാന്റെ DGMO ഇന്ത്യൻ DGMOയുമായി ചർച്ച നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ ഒരു ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേരുന്നത്. ഇനി നടക്കാൻ പോകുന്ന ചർച്ചയിൽ തീർച്ചയായും സൈനിക തല ചർച്ചയാണ്. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാകിസ്ഥാനുമായി ഇന്ത്യ വരുത്തുന്നില്ല. ഇപ്പോഴെടുത്തിട്ടുള്ള നിയന്ത്രണങ്ങളും ഇപ്പോഴെടുത്തിട്ടുള്ള നിലപാടുകളിലും യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇന്ത്യ വരുത്തുന്നില്ല. ഏതായാലും വെടിനിർത്തൽ സൈനിക തലത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. അതിന്റെ അടുത്ത ഘട്ട ചർച്ച 12-ാം തീയതി നടക്കും. അതിനുശേഷം തീരുമാനിക്കും ഇത് തുടരണോ വേണ്ടയോ എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്.